അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്മാൻ അള്ളാഹിനെ സംബന്ധിച്ചാണ് അല്പകാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ അള്ളാഹുവിനു പ്രവാചകൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തിത്വം കൂടിയാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ അള്ളാഹു. നമുക്കറിയാം, ഇപ്പോൾ അബൂബക്കർ സിദ്ദീഖ് അള്ളാഹുവിനും ഉമർ അള്ളാഹുവിൻ്റെയും മക്കളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തിട്ടുണ്ട്. അതേപോലെ ഉസ്മാൻ റളിയല്ലാഹുവിനു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 മക്കളെയാണ് വിവാഹം ചെയ്തത്. ഒരു മകളെ ആദ്യം വിവാഹം ചെയ്തു, അവർ മരിച്ചു. രണ്ടാമത്തെ മകളെയും വിവാഹം ചെയ്തു. അതുമാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ രണ്ടാമത്തെ മകൾ മരിച്ച് ആ വിഷമത്തിൻ്റെ പ്രയാസത്തിൻ്റെ സമയത്ത് ഉസ്മാൻ അള്ളാഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് ഇനിയൊരു മകളുണ്ടായിരുന്നെങ്കിൽ ഞാൻ അതും കൂടി അങ്ങേക്ക് നൽകുമായിരുന്നു എന്ന്, അതും കൂടി വിവാഹം ചെയ്ത് തരുമായിരുന്നു എന്ന്. അപ്പോൾ അത്രയും അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠത കാണിക്കുന്നത്. അതേപോലെ അദ്ദേഹം ഖുറൈശി ഗോത്രമാണ്. അതേപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ്ദേഹം ഭയങ്കര ലജ്ജയുള്ള ആളായിരുന്നു ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഉസ്മാൻ അള്ളാഹുവിന് ഭയങ്കര ലജ്ജ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അവസരത്തിൽ വീട്ടിലായിരിക്കെ ആയിഷ റളിയല്ലാഹു നിവേദനം ചെയ്ത സഹീഹ് മുസ്ലിമിലെ ഹദീസാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത്. അപ്പോൾ വീട്ടിലായിരിക്കെ പ്രവാചകനോട് അനുവാദം ചോദിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ആദ്യം, പിന്നെ ഉമർ റളിയല്ലാഹു ചോദിച്ചു അനുവാദം. എൻ്റെ വീട്ടിലേക്ക് അനുവാദം പ്രവാചകൻ നൽകി വീട്ടിലേക്ക് പ്രവേശിച്ചു. ശേഷം ഉസ്മാൻ റളിയല്ലാഹു വരുന്ന സമയത്ത് പ്രവാചകൻ എഴുന്നേറ്റ് തൻ്റെ ഡ്രസ്സ് ശരിയാക്കി. അതിനുശേഷം അകത്തേക്ക് വന്നു ഉസ്മാൻ റളിയല്ലാഹു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പിന്നീട് ആയിഷ റളിയല്ലാഹു ചോദിച്ചു, പ്രവാചകൻ അങ്ങ് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്? 2 ആളുകൾ വരുമ്പോൾ നേരെ അങ്ങ് ഇരിക്കുകയായിരുന്നു, 3ാമത്തെ ആൾ വരുമ്പോൾ താങ്കൾ ഡ്രസ്സ് നേരെയാക്കി. അപ്പോൾ പ്രവാചകൻ്റെ ഒരു അല്പഭാഗം, തുടയോ കാലോ അല്പഭാഗം കാണുന്ന രീതിയിലായിരുന്നു പ്രവാചകൻ ഇരുന്നിരുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിൻ്റെ മലക്കുകൾ പോലും ലജ്ജിക്കുന്ന ഒരാളുടെ മുമ്പിൽ ഞാനെങ്ങനെ അങ്ങനെ ഇരിക്കുമെന്നാണ് പ്രവാചകൻ പറഞ്ഞത്. അത്രമാത്രം ലജ്ജയുള്ള ആളായിരുന്നു ഉസ്മാൻ ബിൻ അഫ്ഫാൻ അള്ളാഹു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇപ്പോൾ ഉമർ അള്ളാഹുവിൻ്റെ ധീരത, അബൂബക്കർ സിദ്ദീഖ് അള്ളാഹുവിൻ്റെ ഭരണ നേട്ടം, അല്ലെങ്കിൽ ഉമർ അള്ളാഹുവിൻ്റെ ഭരണ നേട്ടം, ഉസ്മാൻ അള്ളാഹുവിൻ്റെ ലജ്ജ, അല്ലെങ്കിൽ ഏതൊരു കാര്യം, ലജ്ജയാകട്ടെ ധീരതയാകട്ടെ, എന്തൊരു ക്വാളിറ്റി നമ്മൾ പറയുന്ന സമയത്ത് ഇതിൻ്റെ എല്ലാം പരിപൂർണ്ണ രൂപം പ്രവാചകൻ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പ്രവാചകൻ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും, പ്രവാചകൻ്റെ ചരിത്രം നമ്മൾ പഠിക്കുന്ന സമയത്ത്. അതേപോലെ ഉസ്മാൻ റളിയല്ലാഹുവിനു ഒരുപാട് സമ്പത്തുകൾ, അദ്ദേഹം ഒരുപാട് സമ്പത്തുകൾ ദീനിന് വേണ്ടി ചെലവഴിച്ചതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ മക്കയിലായിരിക്കെ വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടും പ്രയാസവും ഇല്ല. പക്ഷേ മദീനയിൽ പോയ സമയത്ത് അവിടെ വെള്ളത്തിന് ഭയങ്കര പ്രയാസമായി. അതുകൊണ്ട് തന്നെ ഒരു ജൂതൻ്റെ കയ്യിലായിരുന്നു റൂമാ കിണറുണ്ടായിരുന്നത്. അദ്ദേഹത്തിന് ആ വെള്ളത്തിന് നല്ല സമ്പത്ത് നൽകേണ്ടി വരാറുണ്ട് ഈ സഹാബികളെല്ലാം. അപ്പോൾ ഭയങ്കര പ്രയാസപ്പെടുന്നുണ്ട് വെള്ളത്തിന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും അത് വാങ്ങി നൽകിയാൽ അവർക്ക് സ്വർഗ്ഗമുണ്ടെന്ന് പ്രവാചകൻ സന്തോഷ വാർത്ത അറിയിച്ചു, ഇസ്ലാമിന് വേണ്ടി അത് ചെയ്താൽ. അപ്പോൾ ഉടനെ തന്നെ ഉസ്മാൻ അള്ളാഹുവിന് പോയി വലിയൊരു തുകയ്ക്കാണ് ഉസ്മാൻ റളിയല്ലാഹുവിനു ആ റൂമാ കിണർ വാങ്ങുകയും മുസ്ലിങ്ങൾക്ക് വേണ്ടി അതേ ചെയ്തതും. അപ്പോൾ ഇവിടെ നമുക്കറിയാം, ഇന്ന് പോലും അതിൽ നിന്ന് ആ റൂമാ കിണറിൽ നിന്ന് വെള്ളം കോരുകയും ആളുകൾ കുടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ പ്രതിഫലത്തിൻ്റെ ഒരു വിഹിതം ഉസ്മാൻ ബിൻ അഫ്ഫാൻ അള്ളാഹുവിന് കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. അതുപോലെ നിരവധി തവണ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടിട്ടുണ്ട്. സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സഹാബികൾപ്പെട്ട ഒരു സഹാബിയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അതേപോലെ അദ്ദേഹത്തിന് ഒരു പരീക്ഷണത്തിന് ശേഷമാണ് സ്വർഗ്ഗമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഒരു അവസരത്തിൽ ഒരു തോട്ടത്തിലിരിക്കുന്ന സംഭവം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അത് പറഞ്ഞിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു കടന്നു വന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം നൽകി സ്വർഗ്ഗമുണ്ട് സന്തോഷ വാർത്ത അറിയിച്ചു. രണ്ടാമത് ഉമർ റളിയല്ലാഹു അൻഹു കടന്നു വന്നു, അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗമുണ്ട് സന്തോഷ വാർത്ത അറിയിക്കാൻ കയറി വരാനും പറഞ്ഞു. മൂന്നാമത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു വരുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അബൂ മൂസ അശ്ശഅരി റളിയല്ലാഹു അൻഹു എന്ന ഹദീസിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പ്രവാചകൻ പറഞ്ഞ അദ്ദേഹത്തിന് അനുവാദം നൽകുക, അദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്ന ഒരു വലിയ പരീക്ഷണത്തിന് ശേഷം ഒരു ബലാഗിന് പകരമായി അദ്ദേഹത്തിന് സ്വർഗ്ഗമുണ്ടെന്ന് സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്യുക സഹീഹ് മുസ്ലിമിലെ ഹദീസാണ്. അതായത് അദ്ദേഹത്തിന് വലിയ ഫിത്ന, നമുക്കറിയാം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ വഫാത്തിന് മരണത്തിന് ശേഷം വലിയൊരു ഫിത്ന ഈ ഉമ്മത്തിൽ ഉടലെടുത്തിട്ടുണ്ട്. ആ ഒരു വലിയൊരു ഫിത്ന അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് വലിയ ഫിത്നകൾ ഉണ്ടായതും ആ സംഭവങ്ങളൊക്കെ പിന്നീട് നമുക്ക് എപ്പോഴും ഒരു പ്രാവശ്യം പറയാം. വലിയൊരു ഫിത്ന ഉണ്ടായത് അദ്ദേഹത്തിൻ്റെ മരണത്തിന് മുമ്പ്. അതുകൊണ്ടാണ് ബൈഅത്തുർ റിദ്വാനിലെ സംഭവം. അത് മരിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട് ശത്രുക്കളോട്, ഒരുപാട് പ്രവാചകൻ എനിക്ക് വേണ്ടി പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടും ശത്രുക്കൾ അദ്ദേഹത്തെ വിട്ടില്ല. ശത്രുക്കൾ അദ്ദേഹത്തെ പിടികൂടുകയും വധിക്കുകയാണ് ചെയ്തത്. ഖുർആനിലെ ഒരു വചനത്തിലാണ് അദ്ദേഹത്തിൻ്റെ ആ രക്തം വീണതെന്നൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ വേണ്ടി സാധിക്കും. അതേപോലെ ഇവിടെ അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠത, ഒരുപാട് സമ്പത്തി റൂമാ കിണർ നൽകി അദ്ദേഹം. അതേപോലെ യുദ്ധസമയത്ത് ഒരവസരത്തിൽ ഒരു യുദ്ധത്തിൻ്റെ സമയത്ത് 1000 ദീനാറുകൾ പ്രവാചകൻ്റെ മടിയിൽ കൊണ്ടുവന്നിട്ടു. അതുമാത്രമല്ല 950 ഒട്ടകങ്ങളും 50 കുതിരകളും എല്ലാം ആ യുദ്ധത്തിന് വേണ്ടി അദ്ദേഹം നൽകി. അപ്പോൾ പ്രവാചകൻ പറയുന്ന ഒരു വാക്കുണ്ട്. പ്രവാചകൻ പറഞ്ഞു, ഇന്നത്തെ ദിവസത്തിന് ശേഷം ഉസ്മാൻ യാതൊരു പാവവുമില്ല, അതായത് എന്ത് ചെയ്താലും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തന്നിരിക്കുന്നതെന്ന്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതം അത്ര നല്ല മനുഷ്യരെ ജീവിച്ച വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. ഒരൊറ്റ ദിവസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഓതി നമസ്കരിച്ച ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ചരിത്രം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പൂർണ്ണമായ ഒരു ദിവസം കൊണ്ട് ഖുർആൻ ഓതി. നമ്മൾ ഇന്നത്തെ ഒരു ഇത് വെച്ച് നമ്മൾ ചിന്തിക്കരുത് ഒരിക്കലും. അവർക്കൊക്കെ സമയത്തിൽ വലിയ ബർക്കത്തുണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് ഇതിൽ നിന്ന് കാണാൻ വേണ്ടി സാധിക്കും.
അതുപോലെ ചില ആളുകൾ പറയാറുണ്ട് ബയ്യത്തുൽ റിദ്വാനുമായി ബന്ധപ്പെട്ടും അദ്ദേഹത്തിൻ്റെ ബദൽ പങ്കെടുത്തില്ല എന്നത് സംബന്ധിച്ചൊക്കെ ചില ശത്രുക്കളായ ആളുകൾ പറയാറുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു കുറവായിട്ട്. അങ്ങനെയല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതൊരു സാധാരണക്കാരനും മനസ്സിലാക്കേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ ബദരീങ്ങളുടെ കൂട്ടത്തിൽ തന്നെയാണ് എണ്ണിയത്. അദ്ദേഹം ബദർ യുദ്ധത്തിന് പോകുന്ന സമയത്ത് മകൾ റുക്കിയയ്ക്ക്, അതായത് പ്രവാചകൻ്റെ മകൾക്ക് ഉസ്മാൻ അള്ളാഹുവിൻ്റെ ഭാര്യയ്ക്ക് അസുഖമായിരുന്നു. അതുകൊണ്ട് തന്നെ അസുഖം ഈ ഭാര്യയെ നോക്കി അവിടെ നിൽക്കാൻ വേണ്ടിയാണ് ഉസ്മാൻ അള്ളാഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. അതേപോലെ ബദരീങ്ങളുടെ കൂട്ടത്തിൽ അദ്ദേഹത്തെ എണ്ണുകയും ഗനീമത്ത് മുതൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വീതം വെക്കുമ്പോൾ മറ്റു സഹാബികൾക്ക് നൽകിയതുപോലെ ഉസ്മാൻ അള്ളാഹുവിന് നൽകുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ യുദ്ധം കഴിഞ്ഞ് മുസ്ലിങ്ങളൊക്കെ വിജയിച്ച് വരുന്ന സമയത്ത് ഉസ്മാൻ റളിയല്ലാഹു പ്രയാസപ്പെടുകയായിരുന്നു. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ മകളുടെ വിയോഗത്തിൽ പ്രയാസപ്പെടുന്ന ചരിത്രമാണ് നമ്മളവിടെ എല്ലാം കാണുന്നത്. അതേപോലെ ഉസ്മാൻ അള്ളാഹുവിൻ്റെ ലജ്ജ ഞാൻ പറഞ്ഞു നേരത്തെ, മലക്കുകൾ പോലും ലജ്ജയുള്ള മനുഷ്യനാണ്. മലക്കുകൾ പോലും അദ്ദേഹത്തിൻ്റെ ലജ്ജിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ എല്ലാം ധീരതയെക്കുറിച്ച് പറയുമ്പോഴും ലജ്ജയെക്കുറിച്ച് പറയുമ്പോഴും ഇതിൻ്റെയൊക്കെ പൂർണ്ണ രൂപം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ഭരണകാലത്ത് വലിയൊരു ബുദ്ധിമുട്ട്, പ്രയാസം, സാമ്പത്തിക പ്രതിസന്ധി നേരിട്ട സമയത്തും വലിയൊരു കച്ചവടം മുതൽ അങ്ങനെ തന്നെ ഇസ്ലാമിന് വേണ്ടി നൽകുന്നതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അദ്ദേഹം പറഞ്ഞത് എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരട്ടി നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ചെന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു കച്ചവടം, ആ സമ്പത്ത് നൽകാൻ വേണ്ടി, ആ കച്ചവടം വാങ്ങാൻ വേണ്ടി ലാഭത്തിന്. എന്നിട്ട് അദ്ദേഹം നൽകിയില്ല. ഇരട്ടി ലാഭം എനിക്ക് തരാമെന്ന് ആൾ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇരട്ടി നൽകുമെന്ന്. അദ്ദേഹം മുസ്ലിങ്ങൾക്ക് വേണ്ടി നൽകുന്നതൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതേപോലെ അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് അന്ന് ഈ ഖുർആൻ്റെ പൂർണ്ണ രൂപത്തിൽ ഗ്രന്ഥരൂപത്തിലാക്കി ക്രോഡീകരണം നടന്നിട്ടുണ്ട് മുമ്പ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കാലത്ത്. ഞാനത് ആ ചരിത്രം പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ ഇവിടെ പലപ്പോഴും പല രാജ്യങ്ങൾ, വലിയ രാജ്യമൊക്കെ വിഭജിച്ചു, ഒരുപാട് രാജ്യങ്ങൾ ഇസ്ലാമിൻ്റെ അധീനത്തിൽ വന്നു. അപ്പോൾ പല സ്ഥലത്തും പോകുന്ന സമയത്ത് ചില ആളുകൾ പാരായണം ചെയ്യുന്ന വ്യത്യസ്തമായ രൂപത്തിലായിരുന്നു. എന്നിട്ട് ചില ആളുകൾ, ഒരു സാബി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ചില ആളുകൾ തർക്കിക്കും, ഞാനാവുന്ന ശരി. ആ സമയത്ത് ഇത് ആ സഹാബി ഉമർ ഉസ്മാൻ അള്ളാഹുവിൻ്റെ ശ്രദ്ധയിൽ അത് പെടുത്തി. അങ്ങനെ ഉസ്മാൻ അള്ളാഹുവിന് ഈ മുമ്പുണ്ടായിരുന്ന ആ ഗ്രന്ഥം കൊണ്ടുവരപ്പെടുകയും എന്നിട്ട് ഒരുപാട് സഹാബികളുടെ നേതൃത്വത്തിൽ പൂർണ്ണ രൂപത്തിൽ ഗ്രന്ഥരൂപത്തിൽ ഒരുപാട് ഗ്രന്ഥങ്ങൾ ഇങ്ങനെ റെഡിയാക്കുകയൊക്കെ ചെയ്തിരുന്നു. അതേപോലെ എന്തുകൊണ്ടാണ് ഉസ്മാൻ അള്ളാഹുവിന് വീണ്ടും ക്രോഡീകരിച്ച ഖുർആൻ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ഭരണകാലത്ത് തന്നെ ഖുർആൻ ഒരൊറ്റ ലിപിയായി, അതായത് മുസഫായി ക്രോഡീകരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഉമർ അള്ളാഹുവിൻ്റെ കാലത്ത് വക്കത്തും അതിന് ശേഷം പത്നി അബ്സാർ അള്ളാഹുവിൻ്റെ കയ്യിലൊക്കെ ആ ലിപി ഉണ്ടായിരുന്നു. ഓരോ ആളുകളുടെ കയ്യിൽ മാറി മാറി ഈ ആദ്യത്തെ ആ ഗ്രന്ഥം ഉണ്ടായിരുന്നു. എന്നാൽ ഉസ്മാൻ അള്ളാഹുവിൻ്റെ ഭരണകാലത്ത് സാമ്രാജ്യം അർമേനിയ, അസർബൈജാൻ തുടങ്ങിയ വിദൂര രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചു ഇസ്ലാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, അവിടെ ഉണ്ടായിരുന്ന പല ആളുകളും പല രൂപത്തിൽ ഖുർആൻ ഓതാൻ തുടങ്ങി. ആ സമയത്താണ് ഹുദൈഫ റളിയല്ലാഹുവിൻ്റെ ശ്രദ്ധയിൽ ഇത് പെട്ടു. ആളുകളൊക്കെ തർക്കിക്കുന്നത്, ഞാനോതുന്ന ശരി. ഹുദൈഫ റളിയല്ലാഹു അമീറുൽ മുഅ്മിനീൻ ഉസ്മാൻ അള്ളാഹുവിനെ വിവരം അറിയിച്ചു വന്നുകൊണ്ട്. എന്നിട്ട് ഉസ്മാൻ റളിയല്ലാഹു ആ അബ്സാർ റളിയല്ലാഹുവിൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ലിപി കൊണ്ടുവരപ്പെടുകയും തൽക്കാലത്തേക്ക് വാങ്ങിയിട്ട് അതിൽ നിന്ന് പകർത്തി എഴുതി. അതുമാത്രമല്ല, ഒരു സഹാബി അദ്ദേഹം ഏൽപ്പിച്ചത് ക്രോഡീകരിക്കാൻ വേണ്ടി. ഒരുപാട് 6ഓളം സഹാബികൾ ചേർന്നു വലിയ ഗ്രന്ഥം വീണ്ടും അത് എഴുതി ഉണ്ടാക്കി. സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു, അതായത് അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു മുതലായ സഹാബികളുടെ നേതൃത്വത്തിൽ അത് വീണ്ടും ക്രോഡീകരിച്ച് പല രാജ്യങ്ങളിലേക്കും അദ്ദേഹം ഈ മുസാഫിനെ അയച്ചു. അതുകൊണ്ടാണ് നമ്മൾ ഇന്നും റസ്മുൽ ഉസ്മാനി എന്ന ഖുർആൻ്റെ ലിപിയിൽ എഴുതിയിട്ട് കാണാൻ വേണ്ടി സാധിക്കും ഉസ്മാൻ അള്ളാഹുവിൻ്റെ പേര്. എന്നിട്ട് ഒരുപാട് പകർപ്പ് ചെയ്തിട്ട് മക്ക, ഷാം, കൂഫ, ബസറ, യമൻ, ബഹ്റൈൻ തുടങ്ങിയ പ്രധാന കേന്ദ്രങ്ങളിലേക്കെല്ലാം ഇദ്ദേഹം ഇത് അയച്ചു കൊടുത്തു. എന്നിട്ട് ഓരോ രാജ്യത്തേക്കും ഓരോ സഹാബികളെയും അയച്ചു എന്നാണ് ഈ ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. അദ്ദേഹം ഇതൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി ഇതേപോലെ ക്ലിയറായി നിങ്ങൾ അതേപോലെ പ്രവാചകൻ പഠിപ്പിച്ച പോലെ തന്നെ ഓതണമെന്ന് പറഞ്ഞുകൊണ്ട്. അതേപോലെ നമുക്കറിയാം ഇന്നും ഖുർആൻ്റെ ലിപികളുണ്ട്. എത്രയോ ആളുകളുടെ കൂടുതൽ അതേ കൃത്യമായി ആ എഴുതിയതുപോലെയല്ല, മറിച്ച് ചില വാചകത്ത് വായിക്കുമ്പോൾ ആ രീതി പോലും ആളുകളുടെ മനസ്സിൽ പതിഞ്ഞത് എന്തുകൊണ്ടാണ്? അതേപോലെ പഠിപ്പിക്കപ്പെടുന്നത് കൊണ്ടാണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പേര് തന്നെ ജാമിഉൽ ഖുർആൻ ഒരുമിച്ച് കൂട്ടിയവൻ എന്ന അർത്ഥത്തിലാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്ന ചരിത്രത്തിൽ. അത് അദ്ദേഹം അങ്ങനെ ചെയ്തുകൊണ്ട് ഇന്നും നമ്മൾ ഒരു അക്ഷരം പോലും ഇതുപോലും തെറ്റാതെ നമ്മൾ പാരായണം ചെയ്യുന്നത്. അതുപോലെ ബദർ യുദ്ധത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ഉദൈബിയ സന്ധി, ബൈഅത്തുർ റിദ്വാനിൽ ഉസ്മാൻ അള്ളാഹുവിന് പങ്കെടുത്തില്ല എന്ന് ചില ആളുകൾ പറയാറുണ്ട്. പക്ഷേ ബൈഅത്തുർ റിദ്വാൻ നടക്കുന്നത് തന്നെ ഉസ്മാൻ അള്ളാഹുവിന് വേണ്ടിയാണ്. കാരണം ഉസ്മാൻ അള്ളാഹുടെ ഇവർ ഉംറക്കെല്ലാം വേണ്ടി പോയ സമയത്ത് ഇവർ തടഞ്ഞു നിർത്തി. ബൈഅത്തുർ റിദ്വാൻ നടക്കുന്നത് ഇവർ തടഞ്ഞു നിർത്തിയിട്ട് ഇവർ പറഞ്ഞു, നിങ്ങൾ ആ ഉസ്മാൻ അള്ളാഹുവിന് പോയി സംസാരിച്ച് അവരോട് ഞങ്ങൾക്കെല്ലാം ഉംറ ചെയ്യണം, ഉംറക്ക് വേണ്ടി ഞങ്ങൾ വന്നവരാണ്. പക്ഷേ ഇവർ തിരിച്ചയച്ചു, നിങ്ങൾ വേണമെങ്കിൽ ഉംറ ചെയ്തു പോകുക, അവരെ അനുവദിക്കില്ല എന്ന് പറഞ്ഞു പ്രവാചകനെയും സഹാബികളെ. അപ്പോൾ ഉസ്മാൻ അള്ളാഹുവിന് തിരിച്ചു വന്നു. പക്ഷേ ഇവിടെ പരന്നത്
ബയ്യത്തുൽ റിദ്വാനിൽ പറയുന്നത് ഇവർ ഉസ്മാൻ റളിയല്ലാഹുവിനെ വധിച്ചു എന്നാണ്. ആ സമയത്താണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ വലത് കൈ ഉയർത്തിപ്പിടിച്ച് പ്രതിജ്ഞ ചെയ്തു, ശക്തമായ പ്രതിജ്ഞ, അവർക്ക് മരണം വരെ അവരോട് യുദ്ധം ചെയ്യുമെന്ന്, ഈ ശത്രുക്കളോട് മുശ്രിക്കുകളോട്. ആ പ്രതിജ്ഞ ചെയ്തപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ വലത് കൈ ഉയർത്തിപ്പിടിച്ചു. എന്നിട്ട് മറ്റേ ഇടത് കൈ കൊണ്ട് ആ കയ്യിൽ പിടിച്ചു പറഞ്ഞു, ഇത് ഉസ്മാന് പകരമാണ്, ഇത് ഉസ്മാന് പകരമാണെന്ന് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. എന്നിട്ട് ബയ്യത്ത് മറ്റു സ്വഹാബികളെല്ലാം അങ്ങനെ പ്രതിജ്ഞ ചെയ്തു. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹുവിന് വേണ്ടി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ വലത് കൈ ഉയർത്തിക്കൊണ്ട് പ്രതിജ്ഞ ചെയ്തു. ഇതെല്ലാം രംഗം നമുക്ക് ചരിത്രത്തിൽ കാണാൻ വേണ്ടി സാധിക്കും. ഇതെല്ലാം ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ശ്രേഷ്ഠതയാണ് നമ്മൾ കാണുന്നത്. കൂടുതൽ പഠിക്കാൻ ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.